സുഹൃത്തുക്കളെ, പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. ഈ കുത്തിയിരുന്ന് വരയ്ക്കുന്ന ചേട്ടൻ ഇത്രയും കഴിവുള്ള ആളാണെന്ന് എനിക്കറിയില്ല, നിങ്ങൾക്കറിയില്ല. പക്ഷേ ഇയാളുടെ കഴിവ് അംഗീകരിച്ചേ മതിയാവും. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ വലിയ വലിയ വീട്ടുകൾ ഇത്രയും മനോഹരമായ ചിത്രങ്ങൾ, ഏത് ചിത്രമായിക്കോട്ടെ, അത് പകർത്തി മനസ്സോടെ കയ്യിൽ ഉള്ള കഴിവ്, ചുമരിൽ വരുമ്പോഴുള്ള ഭംഗി ഒരു രക്ഷയില്ല മക്കളെ, ഒരു രക്ഷയില്ല. എന്ന് വെച്ചാൽ ആ കൊടുക്കുന്ന എൻജിനീയർമാരായാലും മുതലാളിമാരായാലും ആ കൊടുക്കുന്ന പിക്ചർ മനസ്സ് നിറഞ്ഞ് വരയ്ക്കുന്ന ആ ഒരു ചേട്ടൻ്റെ ഒരു ഈ കഴിവ് കണ്ടപ്പോൾ ഉണ്ടല്ലോ, മനസ്സങ്ങോട്ട് നിറഞ്ഞു പോയി. എന്നുവെച്ചാൽ ഇതുപോലെ വരച്ച് നമുക്ക് റിയലായിട്ട് കാണിച്ചു തരുന്ന ഒരു കുറേ ചേട്ടന്മാരുണ്ടാവും ഇതുപോലെ. പക്ഷെ എന്നാലും നമ്മളിത് നേരിട്ട് കാണുമ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ കണ്ണിന് കുളിർമയേകുന്നതാണ്. പക്ഷെ അത്ര അധ്വാനിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഓരോ പെയിൻറ്റുകളും അത് വെച്ച് നോക്കി ആ ഇലകൾക്ക് മാച്ചാണോ, അതിനെന്താണെന്നുള്ളത് നോക്കി കഴിവോടെ ചെയ്യാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ്. പിന്നെ നല്ല എക്സ്പീരിയൻസും വേണം. അങ്ങനെ ചേട്ടൻ കുറേ പെയിൻറ്റൊക്കെ മിക്സാക്കി ആ ഇലയുടെ രീതിയിൽ എങ്ങനെയാണെന്ന് നോക്കിയിട്ടാണ് ആ പിക്ചറും കാര്യങ്ങളൊക്കെ വരച്ചെടുക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ക്ഷമ എന്നൊരു സാധനം ഇപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇത് എന്തെങ്കിലും ഒരു തെറ്റ് പറ്റി കഴിഞ്ഞാൽ ആ വലിയൊരു വീടാണ്, ആ വലിയൊരു വീട്ടിൽ അത് ഫ്രണ്ടിലാണ്, ഹോളിലാണ് ചെയ്യുന്നത്. അപ്പോൾ അത് അത്രയും പെർഫെക്റ്റായിട്ട് ചെയ്യണം. ചെയ്തില്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടായി മാറും. പിന്നെ നമുക്ക് ആകെ പ്രശ്നങ്ങളായിരിക്കും. പക്ഷേ ഇതുപോലെ കഴിവുള്ള ചേട്ടന്മാരെ അംഗീകരിച്ചെടുത്തേ മതിയാവും. അപ്പോൾ നല്ല രീതിയിൽ കോൺസെൻട്രേഷൻ ചെയ്തിട്ടാണ് ചേട്ടൻ നല്ല രീതിയിൽ വരയ്ക്കുന്നത്. പിന്നെ ഞാൻ ഈ വീഡിയോസ് എടുക്കാനായിട്ടുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീഡിയോസ് കാണുന്ന ഏതെങ്കിലും ഒരു ചേട്ടന്മാരെ എഞ്ചിനീയറോ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചേട്ടനെ കോൺടാക്ട് ചെയ്യാം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചേട്ടനെ കോൺടാക്ട് ചെയ്ത് ബാക്കിയുള്ള ഡീറ്റെയിൽസുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ ചേട്ടനോട് നമുക്ക് ചോദിക്കാം. കണ്ടോ എന്ത് രസമായിട്ടാണ് വരച്ചിട്ടുള്ളതെന്ന് പറയും. ലാസ്റ്റ് ഞാൻ ഈ വീഡിയോ എല്ലാ കവറൊക്കെ പൊട്ടിച്ച് വീഡിയോസ് കണ്ടപ്പോഴല്ലോ, ചിത്രം എങ്ങനെയാണ് അതേപോലെ തന്നെ ഒരു ചെറിയൊരു വീഡിയോ സപ്പോർട്ട് ചെയ്യാൻ മറക്കും.